തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന സ്ഥലത്തുള്ള വില്ലേജ് ഓഫീസിൽ 1.5 മാസം മുൻപ് പെട്രോൾ ബോംബാക്രമണം നടത്തിയത് ഇദ്ദേഹമാണ്, സാംകുട്ടി. തന്റെ 18 സെന്റ് ഭൂമി പുറമ്പോക്ക് ഭൂമിയായി എന്ന് സാംകുട്ടി അറിഞ്ഞിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. റീസർവേയിലെ ഈ പിശക് തിരുത്താൻ സാംകുട്ടി ഇക്കഴിഞ്ഞ 5 വർഷമായി വെള്ളറട വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങുന്നു. സഖികെട്ടപ്പോൾ സാംകുട്ടി എന്ന സാധാരണക്കാരൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇത് ഒരാളുടെ അനുഭവം. ഇങ്ങനെ എത്രയോ സാംകുട്ടിമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നീതി ലഭിക്കാതെ ചുവപ്പ് നാടയിൽ പടരുന്ന ഈ തീനാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സെൽഫി ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വില്ലേജ് ഓഫീസർ ജോസ് കുമാർ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK റഹ്മാൻ, ഉണ്ണി ചെറിയാൻ സീരിയൽ സംവിധായകൻ, പുഷ്പമ്മ സാംകുട്ടി, സജീവ് സാംകുട്ടി, ജയചന്ദ്രൻ കല്ലിങ്കൽ, കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, ഗോപി കല്ലറ സാമൂഹ്യ വിമർശകൻ. ഈ ദൃശ്യങ്ങളിൽ കണ്ട സാംകുട്ടിയുടെ ഭാര്യ പുഷ്പമ്മയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുഷ്പമ്മ, സാംകുട്ടിയെ കണ്ടിരുന്നോ? ഇന്നലെ പോയി കണ്ടായിരുന്നു. കണ്ടു. വലിയ അവസ്ഥയിലാണ് കണ്ടത്. ക്ഷീണം, അസുഖമുണ്ട് നേരത്തെ തൊട്ട്. അപ്പോൾ ഇന്നലെ കണ്ടതിന് ശേഷം ഒത്തിരി എനിക്ക് എന്താ അസുഖം? അതെ, സ്കിന്നിൻ്റെ പ്രശ്നമുണ്ട്. 6 വർഷമായി തൃശ്ശൂർ അമല ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. 17 ദിവസം 23 ദിവസം ICUലായിരുന്നു. അങ്ങനെ 1 മാസം 3 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. അതിന് ശേഷം ഇങ്ങനെ പോന്നു. പിന്നെ അവിടുത്തെ ചികിത്സയിലാണ് ഇപ്പോഴും. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 വർഷം കൊണ്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും കൂടെ നടക്കുവാണ്. അങ്ങനെ 2 പ്രശ്നം കൂടെ ആയപ്പോഴത്തേനും ഞങ്ങൾ വലിയ ഞെരുക്കത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകളോടും മാധ്യമങ്ങളോടും സമൂഹത്തോടും ഒക്കെ ഇത് പറഞ്ഞും ഒരു മടുപ്പുണ്ടായിരിക്കും. സ്വാഭാവികം. മടുപ്പ് തോന്നുന്നില്ല. എന്നാലും സത്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് കൂടെ സഹകരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും മിണ്ടാതിരിക്കുന്നു എന്നുള്ളത്, അത് കുറച്ച് രൂക്ഷമായി പ്രതികരിച്ചതാണ് സാം എന്ന് തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. എന്നാലും ഒന്ന് ചുരുക്കത്തിൽ എന്താ നടന്നത് വളരെ ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? 65 പപ്പായ്ക്ക് പട്ടയം കിട്ടിയ വസ്തുവാണ്. അന്നേരം പിന്നെ ഞങ്ങൾ ഓർത്ത് ഇത് എന്നാ സ്ഥലം ഒന്ന് വിൽക്കാമെന്നും പറഞ്ഞ് ആദ്യത്തെ ഈ 5 വർഷം തുടങ്ങുന്ന ആ വർഷം പോകുന്നത് ഈ കടം തീർക്കാൻ വേണ്ടി സ്ഥലം വിൽക്കാം. കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും. 3 മക്കളുണ്ട്, അവരും പഠിക്കുന്നുണ്ട്. റബ്ബർ നഷ്ടമായി, പിന്നെ അച്ഛനും രോഗിയായി. എന്നാൽ പിന്നെ ഈ സ്ഥലം അങ്ങ് വിൽക്കാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ പോയപ്പോഴത്തേനും അറിയുന്നു റീസർവേയിൽ ഞങ്ങളുടെ ഇതില്ല. അന്നേരം പിന്നെ അവർ പറഞ്ഞു പ്രമാണം എല്ലാം കൊണ്ടുചെല്ലാൻ പറഞ്ഞു. പ്രമാണം, കരന്തീരുവ, പിന്നെ എല്ലാം കൊണ്ട് പോയപ്പോഴത്തേനും അവർ പറഞ്ഞു ഇത് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ 30 ദിവസം കഴിഞ്ഞ് പോകാൻ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അത് സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി പിടിച്ചു കൊടുത്ത് വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് കണ്ടു. കണ്ടിട്ട് പറഞ്ഞു പിന്നെ ഞാൻ വിളിക്കാം, നിങ്ങൾക്ക് കത്തിടാൻ നേരം വന്നു. ഞങ്ങൾ അന്നേരം പത്തനംതിട്ടയാണ്, വെള്ളറുടെ നിന്ന് 20 വർഷമായി ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് 20 വർഷമായി. അപ്പം ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾ പത്തനംതിട്ടയാണ് താമസിക്കുന്നത്. പിന്നെ അവിടുത്തെ അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് ഞങ്ങളങ്ങ് പോയി. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴത്തേനും അത് ശരിയാതെ വരുന്നുണ്ട്. പിന്നെയും ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് പിന്നെയും പോകും. അങ്ങനെ പോയി വസ്തുവിൻ്റെ നമ്പർ മാറി കിടക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഈ സാംകുട്ടിയുടെ പപ്പായ്ക്ക് വേറെ വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞുണ്ട്. 7 മക്കളാണ് അവർ, അച്ഛനും 6 സഹോദരങ്ങളും 7 പേര്. അന്നേരം പപ്പ കൊടുത്ത് ആ പെൺപിള്ളേർക്ക് 50 സെൻറ്റ് വീതം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ നമ്പർ കൊണ്ട് കൊടുത്തു. അന്നേരം അവർ പറഞ്ഞു ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി അടുത്ത് ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ പിന്നെ മൊത്തത്തിൽ തായ് പ്രമാണം ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു.
അങ്ങനെ തായ് പ്രമാണം കൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ഓരോന്ന് കൊണ്ടുപോകാന്നെങ്കിൽ അവർ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇത്ര ദിവസം കഴിഞ്ഞ് വാ ഇത്ര പിന്നെ ഞങ്ങളങ്ങ് പോയി പണിക്കൊക്കെ എത്ര നാള് നടന്നു? 5 വർഷം. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേന് തന്നെ ഒത്തിരി പിന്നെ ആൾക്കാർ കരഞ്ഞും അവരെ പ്രാഗിയും അവരെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എല്ലാവരും അവർക്ക് തോന്നുന്ന എന്തുവാണെന്നും എല്ലാം വെളിയിലിറങ്ങി നിന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അന്നേരം ഞങ്ങളിങ്ങനെ വെളിയിൽ നിൽക്കുന്നവർ ചർച്ച ചെയ്യുമ്പോഴത്തേനും അവരുടെയും ഓരോ അവസ്ഥ ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ അവരോടും പറയുന്നുണ്ട്. അപ്പം താലൂക്ക് പോകുമ്പോഴത്തേനും അവർ പറയും വില്ലേജിൽ പോകാൻ. വില്ലേജിൽ പോകുമ്പോഴത്തേനും പിന്നെ അവർ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ താലൂക്കിൽ അങ്ങനെ 2-2.5 വർഷം അങ്ങനെ തന്നെ നടന്നു. പിന്നീട് ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തത്. ഉണ്ണി ചെറിയാൻ്റെ ഒരു സീരിയൽ ഒരു വില്ലേജ് ഓഫീസറെ കുറിച്ചാണ് അല്ലേ? വ്യക്തിപരമായിട്ട് വില്ലേജ് ഓഫീസിന് അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. തരക്കെട്ടില്ലാത്ത ധാരണയുണ്ട്. എന്താണ്? അല്ല, അത് പ്രധാനമായിട്ടും ഈ സീരിയല് തുടങ്ങുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ കഥാനായകൻ എന്ന് ആലോചിച്ചുള്ളൂ. അപ്പോൾ അത് ഏത് സർക്കാർ ഓഫീസ് വേണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് വില്ലേജ് ഓഫീസാണ്. കാരണം ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് വില്ലേജ് ഓഫീസിലായിരിക്കും. അപ്പോൾ കുറേ കൂടി ജനകീയമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഫീസിലൊരു കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ, ഓഫീസറെ പറ്റി പറയുമ്പോൾ ആ കഥയ്ക്ക് കുറേ കൂടി ജനപ്രിയത കിട്ടുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ആലോചിച്ചത്. പിന്നെ ഞാൻ ധാരാളം വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ്. ഞാൻ അവിടെ നടക്കുന്ന കലാപരിപാടികളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആസ്വദിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അപ്പോൾ അവരെ എന്തൊക്കെയാണ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മോഡൽ വില്ലേജ് ഓഫീസറെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു വില്ലേജ് ഓഫീസർ എന്തായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ്. സർക്കാർ ഖജനാവ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഖജനാവാണ്. ഈ സാംകുട്ടിയുടെയും കൂടെ ഖജനാവാണ്. അപ്പോൾ സാംകുട്ടി കൂടി ശമ്പളം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നത്. അത് ഒരുപക്ഷെ സാംകുട്ടിക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ആ വില്ലേജ് ഓഫീസർക്ക് അറിയാം. വില്ലേജ് ഓഫീസർ അറിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തന്നെ പോറ്റുന്ന, തന്നെ നിലനിർത്തുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊരാൾ ഒരു സേവനത്തിനായിട്ട് അവിടെ വരുമ്പോൾ അത് സാംകുട്ടിയേക്കാൾ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ഇദ്ദേഹത്തിനുണ്ട്. ഇവിടെ എന്താ ഉണ്ടായെന്ന് ഇങ്ങോട്ട് ആലോചിച്ച് നോക്കണം. 1960 അവർക്ക് പട്ടയം കിട്ടിയ ഭൂമിയാണെന്ന് പറഞ്ഞു. അവരത് 2007 വരെ കരമടച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇല്ലാത്ത ഭൂമിക്ക് എന്തായാലും സർക്കാർ പട്ടയം കൊടുക്കില്ല. അപ്പോൾ ഭൂമിയുണ്ട്, ഭൂമി എന്തായാലും ആവിയായി പോകില്ല, മാഞ്ഞു പോകില്ല. ഇപ്പോൾ ഇവിടെ സംഭവിച്ച ഒറ്റ പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള റീസർവേയാണ്. ഈ റീസർവേ സാംകുട്ടി നടത്തിയതല്ല, ഈ റീസർവേ നടത്താൻ സാംകുട്ടി പറഞ്ഞതല്ല. അപ്പോൾ സാംകുട്ടി ഇതിനകത്ത് സമ്പൂർണ്ണമായിട്ട് നിരപരാധിയാണ്. ഇപ്പോൾ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിന് സാംകുട്ടി അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശരി, സംഭവിച്ചു പോയി. എപ്പോഴായാലും സർക്കാർ സംവിധാനത്തിലല്ല ഏത് സംവിധാനത്തിലും പിഴവുകൾ ഉണ്ടാവാം. അപ്പോൾ ആ പിഴവുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് പറ്റിയത് എന്ന് മനസ്സിലാക്കി ഈ വരുന്ന സാംകുട്ടിക്ക് അത് ഇവരുടെ ഉത്തരവാദിത്തത്തിൽ മുൻകൈ എടുത്ത് തിരുത്തി കൊടുത്ത് സഹായിക്കേണ്ടതിന് പകരം ഇവർ ചെയ്തത് സാധാരണ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഭിക്ഷ ചോദിച്ച് വരുന്നവരോട് പെരുമാറാന്നുള്ളത് അതുണ്ട്. ഇവർ നാളെ വാ എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുന്നത്. ഇവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവരുടെ അല്ല ആപ്പീസെന്ന്. ഞാൻ ഈ കഥാപാത്രത്തെ കൊണ്ട് ഓരോ പ്രാവശ്യം ആവർത്തിച്ച് പറയാറുണ്ട്, ഈ ആപ്പീസ് നമ്മുടെ അല്ല, ഈ ആപ്പീസ് പൊതുജനങ്ങളുടെ ആണെന്ന്. കയറി ചെല്ലുന്ന ഒരാൾ ഇവിടെ ഇരിക്കാൻ പറയാനുള്ള മര്യാദ പോലും ഇവർ കാണിക്കാറില്ല. പക്ഷേ അത് ഈ കയറി വരുന്നവരുടെ ആപ്പീസാണെന്ന് ഈ ഉദ്യോഗസ്ഥർ മനസ്സിലാവാതെ ഇവരെ സഹായിക്കേണ്ടത് ഇവരുടെ ബാധ്യതയാണെന്നുള്ളത് ഇവരെ മനസ്സിലാക്കണം. ആ മനസ്സിലാവൽ അവർക്ക് ഉണ്ടാവാതെ നന്നാവില്ല. ജയചന്ദ്രൻ, ഇതൊരു നമ്മൾ നിരന്തരം സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു വില്ലേജ് ഓഫീസിൽ ജനങ്ങൾക്ക് വില്ലേജ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അല്ലെ? ഏറ്റവും അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു പരാതി കേൾക്കുന്നതും വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ്. ഒരു സ്റ്റാഫ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, അതിൻ്റെ ഒരു ഭാരവാഹി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് ഈ പ്രശ്നം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്ത് ഓടി വരുന്നത്, നമ്മുടെ പ്രശസ്തനായ ആനന്ദ് ഒരു നോവലെറ്റ് എഴുതിയിട്ടുണ്ട്, മരണ സർട്ടിഫിക്കറ്റ്. ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും. ഒരു മകൻ്റെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ, വളരെ ടച്ചിങ് ആയ കഥ. അതുപോലെയാണ് സാംകുട്ടിയുടെ കഥ ചെറിയ വാരികളിലൊക്കെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഭാഗത്തുനിന്ന്, പിന്നെ സർക്കാർ ഓഫീസുകളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസുകളുടെ ഭാഗത്തുനിന്ന് പറയാൻ, ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ നിലകൊള്ളുന്നൊരു ഓഫീസ് ഭൗതിക സൗകര്യങ്ങളില്ലാതെ, നിങ്ങൾ ഏതെങ്കിലും വില്ലേജ് ഓഫീസുകളിൽ പോയി കാണുമ്പോൾ അറിയാം, ഇങ്ങനെ അഴുക്ക് പിടിച്ച റെക്കോർഡുകൾ അടുക്കി വെച്ചുകൊണ്ട് ഒരാളുടെ ഒരു പേര് ഒന്ന് നോക്കിയെടുക്കുന്നതിന് പോലും മണിക്കൂറുകൾ എടുക്കുന്ന 2-3 ജീവനക്കാർ മാത്രമുള്ള ഒരു
ഒരു നമുക്ക് സംവിധാനം പലപ്പോഴും അതിശയം തോന്നും. എങ്ങനെയാണ് അവിടെ നിന്ന് ഇത് എടുത്തത് അതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു ഗ്രാമത്തിൽ ചെന്നാൽ ഏറ്റവും പഴകിയ കെട്ടിടം ഏതെന്ന് നോക്കിയാൽ വില്ലേജ് ഓഫീസായിരിക്കും. വില്ലേജ് ഓഫീസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ ഏറ്റവും പഴയ കെട്ടിടം കണ്ടുപിടിച്ചാൽ അതാണ് അവസ്ഥ. ഭൗതിക സാഹചര്യം അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഭരണാധികാരികളൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. ഇവിടുത്തെ വിഷയം എനിക്ക് തോന്നുന്നത് ഇവർക്കൊരു പ്രോപ്പറായ ഗൈഡൻസ് കൊടുത്തില്ല. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊരു ഗൈഡൻസ് കിട്ടിയില്ല എന്നുള്ള വലിയ അപാകത നമ്മുടെ സംവിധാനത്തിൽ വന്നു ചേർന്നു. ഇത് റീസർവേയിൽ വന്നൊരു പെശകാണ്. എനിക്ക് തോന്നുന്നു 91 ആധാരം കിട്ടിയത് മുതൽ 2007 വരെ അവർ കടമടച്ചിരുന്നു. അത് കഴിഞ്ഞ് റീസർവേ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നപ്പോൾ പേര് നോക്കിയപ്പോൾ പേരിൽ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം ഒരു ഇനം മാറ്റം എന്ന് പറയുന്ന നമ്മുടെ ഒരു ടെക്നിക്കലായി ഇനം മാറ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനം മാറ്റം ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിലല്ല. യഥാർത്ഥത്തിൽ അഡീഷണൽ തഹസിൽദാർ ഓഫീസിനകത്ത് സർവേ ആൾക്കാർ ചെന്ന് പരിശോധിച്ച് ഇതിനകത്ത് ഈ പട്ടയം നേരത്തെ കിട്ടിയ പട്ടയവും ഈ ഭൂമിയെ ഒത്തുനോക്കി ഈ ഭൂമിയാണോ തെറ്റിപ്പോയ റെക്കോർഡിൽ വന്ന് ക്ലറിക്കൽ എറർ തിരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായ കർത്തവ്യം. അതിനകത്ത് വന്ന ഒരു വീഴ്ചയാണ് ഈ കക്ഷികൾ ഇത്രയും ദുഃഖിക്കേണ്ടി വന്നത്, വലിയൊരു വിഷമസന്ധിയിൽ എത്തപ്പെട്ടത്. എന്തായിരുന്നാലും ഇതിനൊക്കെ പരിഹരിക്കാൻ ഞാൻ പറയുന്നത് നമ്മൾ പല പ്രാവശ്യമേ ഈ പ്രോപ്പറായി ഇപ്പോൾ താലൂക്ക് ഓഫീസിനകത്ത് ഒരു ജീവനക്കാർ ഒരു പൊതുജനം ചെന്നാൽ ഇവിടെ പോകണമെന്ന് അറിഞ്ഞൂടെ. തഹസിൽദാർ കാണും, അപ്പുറത്തെ അവർ പറയും ഇവിടെ ഇപ്പുറത്ത് പോയി ഇപ്പുറത്ത് ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഇതിനകത്തൊക്കെ ഒരു PRO നമ്മളെപ്പോഴും പറയും പബ്ലിക് റിലേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം, ഫലപ്രദമായ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഈ ഓഫീസുകളിലൊക്കെ അത്യാവശ്യമാണ്. പൊതുജനങ്ങളെ എങ്ങനെ സ്വീകരിക്കണം, അവർക്ക് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു നിയമപ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലാ ഉള്ള ഒരു കേസ് വന്നാൽ ഇതിനകത്ത് എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇതാണ് ഇതിനകത്ത് റഹ്മാൻ സാർ, ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുര്യോഗം അവിടെ നടന്നത് എന്ന് പറയുന്നു. സാധാരണ അങ്ങനെ എല്ലാ വില്ലേജ് ഓഫീസിലും അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന പതിവുണ്ടോ? എനിക്ക് ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുവാനുള്ളത്, വെള്ളറട വില്ലേജ് ഓഫീസിലെ ശ്രീ സാംകുട്ടിക്ക് ഉണ്ടായത് ഒരു ദുരനുഭവം തന്നെയാണ്. ആ ഒറ്റപ്പെട്ട സംഭവത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാർ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളെ നോക്കിക്കാണരുത് എന്ന അപേക്ഷയാണ് ആദ്യമായിട്ട് എനിക്കുള്ളത്. ഒരുപാട് ഓഫീസുകളിൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സമയത്തിനേക്കാൾ കൂടുതൽ സമയമിരുന്ന് ജോലി എടുക്കുകയും വളരെ തൃപ്തികരമായ തരത്തിൽ സേവനങ്ങൾ പൊതുജനത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജയചന്ദ്രൻ പറഞ്ഞ് PROയുടെ സംവിധാനം വേണം എന്നാണ്. ഇവിടെ PRO അല്ല, ഇനിയിപ്പോൾ ഈ കളക്ടറേറ്റുകളിലൊക്കെ ഇപ്പോൾ ഈ ജനസേവന കേന്ദ്രങ്ങൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ റീസർവേ ഇംപ്ലിമെൻ്റ് ചെയ്ത എല്ലാ വില്ലേജുകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അത് പരിഹരിക്കപ്പെടാനും മാർഗങ്ങളുണ്ട്. പക്ഷെ സങ്കീർണമായ ഈ പരിഹരിക്കപ്പെടൽ പ്രക്രിയ അത് നമ്മുടെ നിലവിലുള്ള നിയമത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ഇയാളെ എങ്ങനെ സഹായിക്കാമെന്ന് സഹാനുഭൂതിയോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാർ അതിനെ നോക്കി കാണുകയാണ് എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ദുരനുഭവങ്ങൾ, നിങ്ങളെങ്ങനെയാണ് ഈ വ്യവസ്ഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പോക്കൂരു ചെയ്ത് പട്ടയം കൊടുത്തത് എന്നുള്ള അതിനുശേഷം ഉണ്ടായേക്കാവുന്ന അനുഭവങ്ങളെ ഇയാൾ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തിന് ആ പുലിവാലിന് പോകണം? ഇത് 5 വർഷം വേണോ സാർ ഇതിന്? അല്ല, ഞാൻ പറയട്ടെ. അതായത് ഈ റീസർവേയിൽ ഉണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ മുതലെടുക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരുമുണ്ട്. അപ്പൊ എന്താണ് വേണ്ടത്? ഒരു നടക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് ആദ്യമേ നടക്കില്ല. വരൂ, അടുത്ത ആഴ്ച നോക്കാം, അടുത്ത മാസം നോക്കാം. ഇങ്ങനെ വർഷങ്ങളോളം ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതും ആരോഗ്യപരമായി വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്രയോ ദൂരെ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദിവസവും അവർ തന്നെ ആ പല പുസ്തകങ്ങളിലും ഞാനിത് വായിച്ചിരുന്നു. 250 രൂപ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, അവരുടെ കുടുംബം, അച്ഛന് ഒരുപാട് പ്രശ്നങ്ങളിടയിൽ 250 രൂപ ചെലവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ പറഞ്ഞുകൂടെ സാർ, ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഇന്നതാണ് ഇതിലെ പ്രശ്നം, നാളെ വരൂ, മറ്റന്നാൾ വരൂ എന്ന് പറയുമ്പോഴല്ലേ ഇങ്ങനെ ജനങ്ങൾ ചിന്തിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞു വരുന്നത്, സാംകുട്ടി കഴിഞ്ഞ 5 വർഷമായി തൻ്റെ പേർക്ക് ലഭിച്ച ഭൂമിയുടെ പോക്കുവരവ് ചെയ്ത് കെട്ടണമെന്ന അപേക്ഷയുമായിട്ടാണ് കയറി ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസറുടെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീസർവേ ഇംപ്ലിമെൻ്റ് ചെയ്ത വില്ലേജുകളിലെല്ലാം തന്നെ വില്ലേജ് ഓഫീസർക്ക് ഈ അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഈ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുന്ന ഉന്നത ബ്യൂറോക്രസി,
അവർ ഈ ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി അവരുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തണം. ജോസ് കുമാർ, നമുക്ക് ഇദ്ദേഹത്തിലേക്ക് വിശദീകരിച്ചു വരാം. പക്ഷെ വീണ്ടും എൻ്റെ ഒരു സംശയം, ഉന്നത തലത്തിൽ മാറ്റം വരണം, നമ്മളുടെ ചട്ടങ്ങൾ ഇതെല്ലാം ഇരിക്കട്ടെ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സാധാരണക്കാരനിൽ സാധാരണക്കാരാണ് ഏറ്റവും അധികം വില്ലേജ് ഓഫീസിൽ വന്ന് ഇങ്ങനെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം വർഷങ്ങളോളം കിടക്കുന്നത്. എന്നാൽ സ്വാധീനമുള്ളവരെല്ലാം വളരെ ഭംഗിയായി അവരുടെ കാര്യങ്ങൾ നടത്തിയിട്ട് പോകുന്നുമുണ്ട്, അല്ലേ? അവർക്കൊക്കെ നടക്കാത്ത കാര്യങ്ങൾ, സാർ ഇന്ന പ്രശ്നങ്ങളാണ് നടക്കാത്തത്, അത് ഇന്ന വഴിക്ക് പോയാൽ നിങ്ങൾക്ക് നടക്കും എന്ന് വിശദീകരിച്ചു കൊടുക്കുകയും, എന്നാൽ വളരെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഇത്തരം വിശദീകരണങ്ങളൊന്നുമില്ലാതെ ഒന്നും അവരെ ഒരു വിധത്തിലും അവരുടെ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടായിരിക്കാം, പക്ഷെ അതൊന്നും വിശദീകരിക്കാൻ പല വില്ലേജ് ഓഫീസേഴ്സ് തയ്യാറാവുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വില്ലേജ് ഓഫീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 5 പേരോ 10 പേരോ ആയിരിക്കാം. എങ്കിലും ഒരു മനുഷ്യൻ അത്രമാത്രം സഹിക്കാൻ വയ്യാതെ ചെയ്യുന്നതാണത്. അപ്പോൾ ഒരു വില്ലേജ് ഓഫീസറായ താങ്കളും ഇതുപോലെയുള്ള പല ഇങ്ങനത്തെ സംഭവമല്ല, ഇതുപോലുള്ള മനുഷ്യന്റെ അവസ്ഥകൾ നേരിട്ടിട്ടുണ്ടാവും, അല്ലേ? തീർച്ചയായും പറയൂ. അത് ഈ അവസ്ഥയിൽ നമുക്ക് വില്ലേജ് ഓഫീസുകളുടെ സൗകര്യം മെച്ചപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വ്യവസ്ഥിതി മാറിയിട്ട് അപേക്ഷകരെ സഹായിക്കാം എന്ന നിലപാട് വില്ലേജ് ഓഫീസർമാരെന്നല്ല ഒരു വിഭാഗം ആളുകൾ സ്വീകരിക്കേണ്ടതല്ല. നിലവിലുള്ള അവസ്ഥയിൽ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ കേസിൽ ചെയ്യാമായിരുന്നത് ഈ റീസർവേയിൽ തെറ്റിദ്ധരുത്തണമെങ്കിൽ സർവേയറുടെ റിപ്പോർട്ട് തഹസിൽദാർക്ക് വാങ്ങിച്ച് തഹസിൽദാർക്ക് ചെയ്യണം. അത് വിശദമായി ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ഇങ്ങനെ ചെയ്യണം എന്നാൽ വില്ലേജ് ഓഫീസർക്ക് തന്നെ പറഞ്ഞു കൊടുക്കാമായിരുന്നു. അവിടെ അപ്പോൾ വേറെ എവിടെ സമീപിച്ചാൽ അത് കിട്ടും, ചിലപ്പോൾ കോടതി വിധിയിലൂടെ പിന്നീട്, എന്നാൽ ആ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ പ്രശ്നം ഈ റവന്യൂ ഓഫീസുകൾ മറ്റേത് ഓഫീസുകളും പോലെ അഴിമതി മുക്തമാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഈ പല പ്രാവശ്യം ഓഫീസ് പടി കയറ്റി ഇറക്കുമ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷ വെച്ച് പല പ്രാവശ്യം ഓഫീസുകൾ ചവിട്ടി ഇറക്കുന്ന വില്ലേജ് ഓഫീസർമാരും മറ്റ് ഓഫീസ് വിഭാഗക്കാരും ഉണ്ട്. പക്ഷേ ഈ പൈസ കിട്ടുന്നവരുടെ കാര്യം നടക്കുന്നതിനോടൊപ്പം കിട്ടാത്തവരുടെ കാര്യങ്ങൾ നടക്കാതെ പോവുകയും ഒരേ കാര്യം രണ്ട് തരം നീതി എന്ന് പറയുന്ന അതേ കാര്യം ചില ആളുകളുടെ നടക്കുകയും അതേ കാര്യം മറ്റു ചില ആളുകൾക്ക് നടക്കാതെ പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സാംകുട്ടിയെ പോലുള്ളവർക്ക് വിവരാവകാശ നിയമമൊക്കെ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ കാര്യം നടന്നില്ല, മറ്റൊരാളിൻ്റെ എന്തുകൊണ്ട് നടന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മാർഗം ശരിയായില്ല എന്ന കാര്യം പറയാനാണ് ഞാനത് പറയുന്നത്. ആ അവസ്ഥ വെച്ചിട്ട് മറ്റു രീതിയിലൂടെ ഈ മാർഗത്തിലൂടെ അല്ലാതെ അദ്ദേഹത്തിന് കാര്യം നടത്തിയെടുക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ്. അദ്ദേഹം വില്ലേജ് ഓഫീസ് നശിപ്പിക്കണമെന്നോ അദ്ദേഹം ഇല്ലാതെയാക്കാനാ, കാരണം മനസ്സ് മടുത്ത് അല്ലെ? അങ്ങനെ തന്നെ തീർച്ചയായും സാംകുട്ടിയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ ഞാനായിരുന്നാലും ഇതിൽ ലക്ഷ്യം ചിലപ്പോൾ ഫലം കണ്ടെന്നിരിക്കും. സാംകുട്ടിയുടെ ഭാഗത്ത് നിന്ന് മാറി നിന്നിട്ടല്ല ഞാൻ അഭിപ്രായം പറയുന്നത്. വേറൊരു ഓഫീസിൽ പോകുമ്പോഴേ ഞാനും അപേക്ഷകൻ തന്നെയാണ്. എനിക്കും ഇത്തരം അപേക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. സാംകുട്ടി ചെയ്തത് തെറ്റായിരിക്കും, പക്ഷെ സാംകുട്ടിക്ക് അതേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ തന്നെ സമീപിക്കാമായിരുന്ന ഓഫീസുകൾ വേറെ ഉണ്ടെന്നും അവിടെയൊക്കെ പോകാമായിരുന്നു എന്നുള്ള സാധ്യതകൾ ആ വില്ലേജ് ഓഫീസർ പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ നമ്മളിത് വായിക്കുന്നു, എന്താണ് ഒരു സാമൂഹിക വിമർശകൻ എന്നുള്ള നിലയിൽ അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഇത് വെള്ളറട എന്ന് പറയുന്ന വില്ലേജ് ഓഫീസിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരിൽപ്പെട്ട ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും നീതി ലഭ്യമാകാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിലുണ്ട്. അതാര് ഭരിക്കുമ്പോഴെന്നുള്ളതല്ല, എപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ നിസ്സഹായരാകുന്ന മനുഷ്യർക്ക് നീതി ലഭിക്കാനായിട്ടുള്ള പഴുതുകൾ അടഞ്ഞു പോകുന്ന ഒരു ദുരന്തം നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് വർഷങ്ങളായി. പക്ഷേ ഇതൊന്നും വേണ്ട വിധത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഇതിന് പൊതുസമൂഹത്തിന് തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. കാരണം ഇത്തരം ഒരു പ്രശ്നത്തിൽ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചർച്ച ചെയ്ത് അതിനെതിരെ ഉള്ള ഒരു നീക്കം നടത്താനായിട്ട് എപ്പോൾ ആരംഭിക്കുന്നുവോ അതുവരെ ഇത്തരം പ്രശ്നങ്ങൾ
സംഭവിച്ചുകൊണ്ടിരിക്കും. സാധാരണ ഗതിയിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം സേഫ് ആയാൽ മതി എന്ന് മാത്രമേ വിചാരിക്കൂ. ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പൊ സാംകുട്ടിയുടെ പ്രശ്നം ഒറ്റപ്പെട്ട ഒരു ഇടം പിടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നു. അതല്ല, നിസ്സഹായരായ നിരവധി മനുഷ്യരുണ്ട്. എന്തിനും വില്ലേജ് മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിൽ നീതി ലഭിക്കുന്നുണ്ടോ? സർക്കാരിന്റെ ഇതര ഓഫീസുകളിൽ നിന്ന് നീതി ലഭിക്കുന്നുണ്ടോ? ഇതൊന്നുമല്ല. അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ വില്ലേജ് ഓഫീസിലെ സംഭവം. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിസ്സഹായത ഒരാളെ കൂടുതൽ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്വയം നശിക്കണമെന്ന്